നമ്മൾ ഈ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയറിൽ തന്നെ രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ LED മാലബൾബ് ഉണ്ടാക്കുമ്പോഴും അവിടെയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്നുള്ള 4 ഡയോഡ് 4 ഡയോഡ് കോമ്പിനേഷൻസ്. ഇവിടെ 4 ഡയോഡ്സ് ആണ് ഇവിടെ റെക്ടിഫിക്കേഷൻ നടത്തുന്നത്. പിന്നെ ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യും, പിന്നെ സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഏതെങ്കിലും ഡിവൈസ് ആവാം, അതിപ്പോൾ LED-കളാവാം, അല്ലെങ്കിൽ മൊബൈലിന്റെ ചാർജർ, മൊബൈൽ ഫോൺ ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസിനാണ് ഇവിടെ റെസിസ്റ്റർ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലോഡ് അതിലോട്ട് കണക്ട് ചെയ്യുന്നത്, അതിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ലോഡ്, അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെയും 2 തരം ഏരോ മാർക്ക് റെഡും ഗ്രീനും പോയിട്ടുണ്ട്. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുമുള്ള കറണ്ട് ഫ്ലോന്റെ ഡയറക്ഷനാണ്. അത് രണ്ടും ശ്രദ്ധിക്കണം. ഇവിടെ 2 ഹാഫ് സൈക്കിളിലും സെയിം ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിന്റെ പോലെ തന്നെ. അപ്പൊ സെയിം ഔട്ട്പുട്ടും അവിടെ എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേവ് ഫോംസ് ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിന്റെ പോലെ തന്നെ സെയിം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. വേവ് ഫോം വരയ്ക്കുന്നതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഇവിടെ വർക്കിങ്ങിന്റെ കാര്യത്തിൽ മാത്രം ഒരു മാറ്റം സംഭവിക്കും. കാരണം 4 ഡയോഡ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആദ്യം കാര്യം പറയും, പിന്നെ അത് കഴിഞ്ഞ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പറയും. അങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പറയുമ്പോൾ അവിടെ 2 ഡയോഡ്സ് ആണ് നമ്മൾ ഫോർവേഡ് ബയാസിലാവുക. ഒന്ന് ഡയോഡ് D1, പിന്നെ ഒന്ന് ഡയോഡ് D2. ഈ 2 ഡയോഡ്സ് ഫോർവേഡ് ബയാസിലാവും. അതുപോലെ തന്നെ ഡയോഡ് D3 D4 ആ നേരം റിവേഴ്സ് ബയാസിലും പോകും. അപ്പൊ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഓൺ ആയിരിക്കുന്ന ഡയോഡുകൾ വഴി കറണ്ട് ഒഴുകി നേരെ ലോഡ് റെസിസ്റ്ററുകൾ ഒഴുകി തിരിച്ച് ട്രാൻസ്ഫോമറിൽ തന്നെ വന്ന് കറണ്ട് കയറും. അപ്പൊ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണെങ്കിലോ അഗെയിൻ നമുക്ക് 2 ഡയോഡ്സ് D3 ആൻഡ് D4 നേരത്തെ ഓഫ് ആയിരുന്ന 2 ഡയോഡ്സ് ഓൺ ആവും, ഫോർവേഡ് ബയാസിലാവും. D1 ആൻഡ് D2 റിവേഴ്സ് ബയാസിലാവും, ആൾ ഓഫ് ആവും. അപ്പൊ കറണ്ട് ഫ്ലോ ഈ ഡയോഡിൽ കൂടെ D3 D4 കൂടെ ആവും നടക്കുക. അങ്ങനെ തിരിച്ച് ഡയോഡിൽ കൂടെ ഒഴുകി കറണ്ട് ട്രാൻസ്ഫോമറിൽ തന്നെ വന്നു ചേർന്ന് നമുക്കൊരു അഗെയിൻ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെ നമുക്ക് കിട്ടും. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ നേരത്തെ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് നമുക്ക് നൽകുന്നത്. ഇതാണ് നമ്മളൊരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളത്. നെക്സ്റ്റ് സ്ലൈഡിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഗുണങ്ങളും ദോഷങ്ങളും ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. ഒന്ന്, സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറിന്റെ ആവശ്യകതയില്ല, അതന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. പിന്നെ ഹൈ വോൾട്ടേജ് റെക്ടിഫിക്കേഷന് സൂട്ടബിൾ ആണ് ഈ ഒരു സംഗതി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു മാലബൾബിന്റെ കാര്യത്തിലൊക്കെ ആണെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് DC വോൾട്ടേജ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ അതിന് സൂട്ടബിൾ ആണ്. പിന്നെ ഔട്ട്പുട്ട് ഇവിടെ ഡബിൾ ആയിരിക്കും. ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ അത് എഴുതിയിട്ടുണ്ട്, ഡെലിവർ ആൻ ഔട്ട്പുട്ട് വിച്ച് ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ ഫോർ ദി സെയിം സെക്കൻഡറി വോൾട്ടേജ്. രണ്ടിന്റെയും സെക്കൻഡറി വോൾട്ടേജ് സെയിം തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി ഒരു സെൻട്രൽ ടാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ടാപ്പിന്റെ ബ്രിഡ്ജിന്റെ എപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 4 ഡയോഡ്സ് ഉപയോഗിക്കുന്നു, പിന്നെ അതുപോലെ ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനായിട്ടുള്ളത്.